ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് സാധാരണ സമയമല്ല. പല സംഭവങ്ങളും അസാധാരണമായിട്ടുള്ള സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന സമയമാണിത്. അപ്പോൾ അതെന്താണ് നോക്കാം നോക്കി റീഡിങ്ങിലൂടെ. ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കൈ ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ, അതായത് നിങ്ങളുടെ കയ്യിലെ രേഖകൾ കണ്ടിട്ട് എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നൊക്കെ. നിങ്ങളുടെ കയ്യിലെ രേഖകൾ അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും കാണാൻ സാധിച്ചാൽ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് കൈ നോക്കാൻ അറിയാം. അവർ നിങ്ങളുടെ കൈ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഇത് കയ്യിലെ രേഖകളാണ്, ഗ്രഹനിലയല്ല ഞാൻ പറയുന്നത്, കൈയുടെ രേഖകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അതായത് നിങ്ങളുടെ ലൈഫിൽ ഇന്ന കാര്യം ഇന്ന സമയത്ത് നടക്കും, ഇന്ന കാര്യം ഇന്ന രീതിയിൽ നല്ലതാകും എന്നൊക്കെ അവർ നിങ്ങളുടെ കൈ നോക്കി പറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ നിങ്ങളുടെ ആ ഒരു കൈയുടെ രേഖകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടാവത്തില്ല. പക്ഷെ അവർ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുമെന്നും അവർ നിങ്ങൾക്ക് സൂചന തന്നു. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഒട്ടും തന്നെ മാച്ചായിരുന്നില്ല. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ ലൈഫിൽ സംഘർഷങ്ങൾ കൂടുതലായിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോഴാണ് ഈ പുള്ളി പറയുന്നത്, എൻ്റെ ലൈഫിൽ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും തന്നെ അതിനോട് യോജിക്കാൻ സാധിച്ചില്ല. പിന്നെ ആ വ്യക്തി ഇതും നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന്. ഇവിടെ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഘർഷങ്ങൾ ഭയങ്കരമായിട്ടുണ്ട് എങ്കിൽ അവരുടെ കയ്യിലെ രേഖകളിൽ ഒത്തിരി ഈ ഒരു ഗുണനം ചിഹ്നം ഉണ്ടാകും, ഗുണനമായിട്ടുള്ള ചിഹ്നങ്ങൾ ഒത്തിരി ഉണ്ടാകും. അത് സംഘർഷങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ഒത്തിരി വരകളും നിങ്ങളുടെ ആ ഒരു കൈയുടെ രേഖകളിലുണ്ടാകും. അതായത് ഓരോ വരകളും ഓരോ സംഘർഷങ്ങളായിട്ടാണ് കാണാം. ഒരു സംഘർഷം അവസാനിക്കുമ്പോൾ ആ വര മാറിപ്പോവും, അതായത് മാഞ്ഞു പോവും. പിന്നെ വീണ്ടും ഒരു ഇത് അവസാനിക്കുമ്പോൾ ആ വരയും മാഞ്ഞു പോവും. എത്രത്തോളം വരകൾ നിങ്ങളുടെ കയ്യിൽ കുറവുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് സംഘർഷം അനുഭവിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില വയസ്സായ അമ്മൂമ്മമാരുടെ കൈകൾ കണ്ടിട്ടുണ്ട്, അവരുടെ കയ്യിൽ വരകളേ ഉണ്ടാവത്തില്ല, നല്ല സോഫ്റ്റായിട്ട് വെളുത്ത കൈയായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ സംഘർഷങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു, ഇനി ഭഗവാൻ അവരെ മുകളിലോട്ട് വിളിച്ചാൽ മാത്രം മതി. ആ ഒരു അവസ്ഥയിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? വയസ്സായ അമ്മൂമ്മമാരുടെ കൈ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്, നിങ്ങളുടെ കൈയും അവരുടെ കൈ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇവിടെ മുന്നേ നിങ്ങളുടെ കൈയെടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി വരകൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കൈ നോക്കുകയാണെങ്കിൽ വരകൾ കുറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുന്നത്തെ നിങ്ങളുടെ കൈ ഇപ്പോഴത്തെ ആ ഒരു കൈയുടെ അകംഭാഗം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ വരകൾ കൂടുതലായിരിക്കാം, അതിനർത്ഥം അവർക്ക് ഒത്തിരി സംഘർഷങ്ങൾ ഇനിയും അനുഭവിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. ഇവിടെ സമയം നിങ്ങളുടെ ആ ഒരു പക്ഷം വരുന്ന അനുസരിച്ച് നിങ്ങളുടെ വരകളും പതുക്കെ പതുക്കെ മായുന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സംഘർഷം നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് റെഡി ആവണം. പക്ഷേ അത് സമയം നിങ്ങളുടെ ഫേവർ ആകുമ്പോൾ മാത്രമേ നേരെ ആകുള്ളൂ. അതുവരെ നമുക്ക് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം ചില ആൾക്കാർ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങളൊന്നും നേരെ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ച് കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരോട് എനിക്ക് ഇതേ പറയുള്ളൂ, നിങ്ങളുടെ സമയം നിങ്ങളുടെ ഫേവറിലാവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സംഘർഷങ്ങളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നിങ്ങൾ പേഷ്യൻസായിട്ട് കാത്തിരിക്കുക. എന്ത് കാര്യമാണോ ഡിവൈന് സറണ്ടർ ചെയ്യുക നിങ്ങൾ. ഇവിടെ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഘർഷങ്ങൾ കുറവാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഇൻറ്റ്യൂഷൻ തോന്നും. അതായത് ചെരുപ്പില്ലാത്ത ആരെങ്കിലും കാണുമ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിച്ച് കൊടുക്കാം അന്ന് തോന്നും, അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ വരും നിങ്ങൾക്ക്. അങ്ങനെ തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് ചെയ്യുക ഒരു കാര്യം. അല്ലാതെ ഞാൻ ഈ റീഡിങ് പറഞ്ഞു കേട്ടിട്ട് ഉടനെ പോയി ചെരുപ്പ് ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സിൽ തനിയെ ഈ ഒരു ഇൻറ്റ്യൂഷൻ വരും, അപ്പോഴേ നിങ്ങൾ ചെയ്താൽ മതി. കാരണം ഒരാൾ ഗൈഡൻസ് പറയുന്നത് കേട്ട് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് സ്വയം തോന്നി നമ്മൾ ചെയ്യത്തില്ല, അതാണ് ഫലിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത്, അതായത് ഒരു സ്വാർത്ഥതയും ഇല്ലാതെ പവിത്രമായിട്ടുള്ള മനസ്സോടു കൂടി നിങ്ങളത് ചെയ്യുക, എങ്കിൽ മാത്രമേ അത് ഫലിക്കുകയുള്ളൂ.
ഇവിടെ നിങ്ങളുടെ ആ ഒരു കയ്യിലെ രേഖ കണ്ടിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് രാജയോഗമുണ്ട് എന്ന്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ വളരെ മോശം അവസ്ഥയായിരിക്കാം. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അങ്ങനെയുള്ള സംഘർഷങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ ലൈഫിൽ ലക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സമയം വരും. ആ ഒരു സമയം ഈ ഒരു ഭാഗ്യം എന്താണോ പറഞ്ഞിരിക്കുന്ന, ആ രേഖകൾ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതേപോലൊരു ലൈഫ് നിങ്ങൾ ജീവിക്കും. അതായത് ഒരു വ്യക്തി കുറച്ച് സമയം കൊണ്ട് ഭാഗ്യശാലിയാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ ഇന്ന് കിടന്നുറങ്ങുന്നു, നാളെ രാവിലെ ആകുമ്പോൾ ലോട്ടറി അടിച്ച് ലക്ഷപ്രഭുവാകുന്നു, കോടി ആളാകുന്നു. അതൊക്കെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. കാരണം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു യൂ ടേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന്. അങ്ങനൊരു ടേണാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. ഈ കഴിഞ്ഞു പോയ സമയത്ത് സംഘർഷങ്ങൾ ഒത്തിരി അനുഭവിച്ച ആൾക്കാർക്ക് ഒരു റെക്കോർഡ് പോലും മറികടക്കുന്ന രീതിയിലുള്ള ഒരു ഭാഗ്യമാണ് അങ്ങനെയുള്ളവർക്ക് ദൈവം കൊടുക്കാൻ പോകുന്നത്. അതായത് ലിമിറ്റിനപ്പുറമായിട്ടുള്ളൊരു ഭാഗ്യം. അതായത് അവരുടെ ആ ഒരു ലൈഫിനെ നല്ല രീതിയിൽ മാറ്റുക, മുന്നത്തെയും കാട്ടി നല്ല രീതിയിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് തോന്നും മുന്നേ നിങ്ങളുടെ ലൈഫ് വളരെ നല്ലതായിരുന്നു എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോഴാണ് നിങ്ങളുടെ ലൈഫ് നല്ലതായിരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ എല്ലാ റീഡിങ്ങിലും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ചിന്താമുക്തരാകും. അതായത് ഇനി വീണ്ടും വീണ്ടും ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് വിഷമിച്ച് ആലോചിച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റും. കാരണം നിങ്ങളുടെ എല്ലാ ചിന്തകളിൽ നിന്നും നിങ്ങൾ മുക്തരാകും. കാരണം ക്യാഷ് ആയിരുന്നു നിങ്ങളുടെ ചിന്തയെങ്കിൽ ക്യാഷ് നിങ്ങൾക്ക് കിട്ടും. കാരണം നമുക്ക് ചില സമയമുണ്ട്, ആ സമയം വരെ നമുക്ക് ഫിനാൻഷ്യലായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥ വരും. പക്ഷെ ആ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാറ്ററിൽ ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല. ഇനി നിങ്ങളുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകുന്നതാണ്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വീനസ് ഗ്രഹം നല്ലതാകുന്നതാണ്. കാരണം വീനസ് ഗ്രഹം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ സന്തോഷത്തെ ആകർഷിച്ചു കൊണ്ടുവരും. വീനസ് ഗ്രഹം എപ്പോഴും നമ്മുടെ നല്ല കാര്യങ്ങൾ നടത്തി തരുന്നു. അതായത് ജോലി ഇല്ലാത്തവർക്ക് ജോലി, കല്യാണം ആവാത്തവർക്ക് കല്യാണം, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ, അങ്ങനെ എന്താണോ നമുക്ക് വേണ്ട നല്ല കാര്യങ്ങൾ അത് നമുക്ക് നടത്തി തരുന്നു. അത് നിങ്ങളുടെ ലൈഫിലെ മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യം എന്താണോ അത് വീനസ് ഗ്രഹമാണ് നടത്തി തരുന്നത്. ലക്ഷ്മി ദേവി സ്ഥിരതയോടുകൂടി നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ സ്വന്തം ഇൻകം കൊണ്ട് തന്നെ ഒരു വീട് സ്വന്തമാക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും. ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ സ്വന്തം പ്രയത്നത്താൽ ഒരു വീട് വയ്ക്കുമെന്ന്. നിങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ട് നിങ്ങളൊരു വീട് പർച്ചേസ് ചെയ്യും എന്ന് തന്നെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ ആ ഒരു ജീവിതം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്ന, സ്വന്തമായിട്ട് വസ്തുവോ വീടോ ഒന്നും തന്നെ കാണത്തില്ല. പക്ഷേ അവരുടെ ആ ഒരു ശരിയായ സമയം വരുമ്പോൾ അവർക്ക് കയ്യിൽ പൈസ വരികയും അവർക്ക് വീട് വാങ്ങിക്കാനുള്ള ആ ഒരു ഇത് വരികയും ചെയ്യുന്നതാണ് ഭാഗ്യം. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം അത് നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ലഭിക്കുമെന്നാണ് ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ചിലപ്പോൾ പൈതൃകമായിട്ടുള്ള സമ്പത്തി ആയിരിക്കാം. അത് ഏത് രീതിയിലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത പൈസ നല്ല രീതിയിൽ വലുതായി നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കാം. എന്തായാലും ക്യാഷ് നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മംഗളരേഖകൾ നിങ്ങൾക്ക് നഷ്ടം തരത്തില്ല, മറിച്ച് ലാഭം മാത്രമേ തരികയുള്ളൂ. ഇവിടെ ഈ ഒരു ദിവ്യമായിട്ടുള്ള ശക്തി നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. ആ ഒരു ദിവ്യശക്തി നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം തരുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ മാത്രമാണ് തരുന്നത്. അതുപോലെയാണ് നിങ്ങളുടെ കയ്യിലെ ആ ഒരു മംഗളരേഖയും. ഇവിടെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും വളരെ മോശമായ രീതിയിൽ ചിന്തിക്കുക പോലും ചെയ്താൽ അപ്പോൾ തന്നെ അവർക്ക് ദണ്ഡന ലഭിക്കുകയാണ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം അവർക്ക് കിട്ടുന്ന ആ ഒരു ശിക്ഷയിൽ നിന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം നിങ്ങളോട് മോശം ചെയ്യാൻ പാടില്ല എന്ന്. അതിനു വേണ്ടിയാണ് ആരെങ്കിലും വളരെ മോശം രീതിയിൽ നിങ്ങളോട് പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ശിക്ഷ ലഭിക്കുന്നത്. ഇവിടെ നമ്മുടെ ആ ഒരു ഞരമ്പ് വരുന്ന ഭാഗമില്ല, അവിടെ 2 വരകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കൈയുടെ ആ ഒരു താഴെയായിട്ട് നമ്മുടെ ആ ഒരു ഞരമ്പ് വരുന്ന ഭാഗത്തിന് മുകളിലായിട്ട് 2 വരകളുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വളരെയധികം സ്പിരിച്വലായിട്ടുള്ള വ്യക്തിയാണ് എന്ന്. കാരണം നിങ്ങൾക്ക് ഭഗവാൻ നാരായണൻ, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ആശീർവാദം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്.
ഇങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് തെറ്റേത് ശരിയേത് എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടാകും. അങ്ങനെയുള്ളവർ ഒരിക്കലും മോശം വഴി കൂടെ പോകത്തില്ല, ശരിയായ വഴിയിൽ കൂടെ പോകത്തുള്ളൂ. ആരാണോ നേരായ വഴിയിൽ കൂടെ പോകുന്നത് അവരുടെ വഴികൾ വളരെ കഠിനമായിരിക്കും. നമ്മൾ എന്ത് വഴിയാണോ തിരഞ്ഞെടുക്കുന്നത് അതാണ് നമ്മുടെ കർമ്മ. നമ്മൾ നല്ല വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല കർമ്മത്തിൻ്റെ ഫലം കിട്ടും. നമ്മൾ മോശം വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് മോശം കർമ്മത്തിൻ്റെ ഫലമായിരിക്കും ലഭിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ ഷോർട്ട് കട്ട് വഴി പോകാൻ ആഗ്രഹിക്കുന്നു, ചില ആൾക്കാർ കുറച്ച് സമയമെടുത്താലും കുഴപ്പമില്ല നേരായ വഴി പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു കൃപ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തോ നല്ല കർമ്മം ചെയ്തു, അതിൻ്റെ ആ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങൾ ജോബിന് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോബ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്, അതായത് ആരെങ്കിലും പരിചയമുള്ള ആൾക്കാർ നിങ്ങളോട് പറയുകയാണ് ഇന്ന പോലെ ഒരു ജോലി ഒഴിവുണ്ട്, നീ അവിടെ പോയി ഒന്ന് ശ്രമിച്ച് നോക്കൂല ഇപ്പോൾ കിട്ടിയാലോ എന്ന്. അങ്ങനെ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായിട്ട്, അങ്ങനെ ഒരു മണിയുടെ ആ ഒരു ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് അങ്ങനെയും കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില ആൾക്കാരുടെ മോതിരവിരലിൻ്റെ താഴെയായിട്ട് പർവ്വതമായിട്ടുള്ളൊരു രേഖ കാണും, അതായത് ഒരു മല പോലെ തോന്നിക്കുന്ന രേഖ. അങ്ങനൊരു രേഖ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കും. ഇല്ല എങ്കിൽ ആൾക്കാരുടെ കൺമുന്നിൽ നിങ്ങൾ വരും, അതായത് രാഷ്ട്രീയ പ്രവർത്തകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളുടെ പേര് മറ്റുള്ളവർ പ്രശംസിച്ച് പറയുന്നതായിട്ട്, പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, അങ്ങനെ നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉണ്ടാകുന്നു, ആ ഒരു ബിസിനസ് വളരെ ഗ്രോത്തിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഞാൻ 3 രീതിയിൽ പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് പേരും പ്രശസ്തിയും ഉള്ളവരായി മാറുന്നു. മൂന്നാമത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്ന ആ രീതിയിൽ നിങ്ങൾ വളരെയധികം ഗ്രോത്ത് ഉണ്ടാക്കുന്നു. ഇവിടെ ഈ ഒരു വ്യക്തി എന്ത് ജോലി ചെയ്താലും എല്ലാത്തിലും ഒരു വിജയം കൈവരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. കാരണം ഇവരുടെ ബുദ്ധി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിങ്ങൾ എന്തുമാത്രം സംഘർഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് മെച്യൂരിറ്റി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ സമയം സാധാരണ സമയമാണെങ്കിൽ സാധാരണമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അസാധാരണമായിട്ടുള്ള സമയമാണ് കടന്നു പോകുന്നതെങ്കിൽ അസാധാരണമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു സമയം ഇങ്ങനെയാണ്. ആരാണോ തെറ്റായ കർമ്മം ചെയ്തത് അവർ ആ ഒരു തെറ്റായ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു സമയമാണ്. ഇനി ആരാണോ മോശം കർമ്മം ചെയ്യാതെ നല്ല കർമ്മം ചെയ്തത് അവർക്ക് ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റേതാണ്. എത്ര തന്നെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നു അപ്പോഴെല്ലാം നിങ്ങൾ സറണ്ടർ മോഡിൽ വരിക. ഇവിടെ കാരണം ഈ ഒരു സമയം നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ എന്ത് മോശം സാഹചര്യവും നിങ്ങളുടെ കൺട്രോളിൽ പുറത്താണ് എങ്കിൽ സറണ്ടർ ചെയ്താൽ അത് നിങ്ങളുടെ കൺട്രോളിൽ വരുന്നതാണ്. ഇവിടെ എന്ത് കാര്യമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ദൈവം അത് നോക്കിക്കൊള്ളും. എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ദൈവത്തിൽ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ സമയം ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ ലഭിക്കുന്നതാണ്. ഒന്നുകിൽ വീടിൻ്റെ അടുത്ത് കോവിലുണ്ടെങ്കിലോ പള്ളി ഉണ്ടെങ്കിലോ അപ്പോൾ പെട്ടെന്ന് മണിയൊച്ച കേൾക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ ശംഖുനാദം കേൾക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ പോസിറ്റീവായിട്ടുള്ള സൈൻ വെള്ള കൊക്കോ അല്ലെങ്കിൽ വെള്ള പക്ഷിയോ അല്ലെങ്കിൽ പ്രാവോ സമാധാനത്തിൻ്റെ, അതായത് നീ സമാധാനമായിട്ടിരിക്കും ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നുള്ള രീതിയിൽ പ്രാവിനെയോ എന്തെങ്കിലും പോസിറ്റീവ് സൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ എനർജി പെട്ടെന്ന് സഡനായിട്ട് ഒരു OCD ടൈപ്പിൽ, അതായത് ഫിയർ ഭയങ്കരമായിട്ട് തോന്നുക, പുറത്തൊന്ന് പോകാൻ താല്പര്യമില്ല, എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ തോന്നുക, പുറത്ത് പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടി, പെട്ടെന്ന് വീട്ടിൽ വരണം എന്ന് തോന്നുക. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തി ആയിരുന്നില്ല മുന്നേക്ക്, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പേടി. ഇവിടെ എന്തൊക്കെയോ നെഗറ്റിവിറ്റി ആരോ നിങ്ങളുടെ നേർക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട്, ബ്ലോക്കേജസ് ഉണ്ടാവുന്നതായിട്ട്, ഒരു ആക്ഷൻ എടുക്കാൻ പേടിയാകുന്നതായിട്ട്, അങ്ങനെ ഭയങ്കരമായിട്ടൊരു പേടി നിങ്ങളുടെ ഉള്ളിൽ വരുന്നു. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലോക്കേജസ് ആണോ ഉള്ളത് അതിനെല്ലാം അവസാനിപ്പിക്കുന്നതായിട്ട് മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
കാരണം ഈ ഒരു ഊർജ്ജം നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്നില്ല. നിങ്ങൾ അത്രയ്ക്ക് സാഹസികരായിട്ടുള്ള വ്യക്തിയാണ്. ഇങ്ങനെ പേടിച്ച് ആക്ഷൻ എടുക്കാൻ പേടിച്ച് ഒരിടത്തും പോകാതെ വീട്ടിൽ ഇരിക്കുന്ന അങ്ങനെ ഒരു വ്യക്തിയല്ല നിങ്ങൾ. നിങ്ങൾ ഒരിക്കലും പേടിയുള്ള ആ ഒരു എനർജി അല്ല. ലോയൻ്റെ ആ ഒരു എനർജി ഇല്ല. അതാണ് നിങ്ങളുടെ എനർജി. അതായത് സമയം വരുമ്പോൾ ഇങ്ങനെയുള്ള ആക്ഷൻ എടുക്കുക, എല്ലാവരെയും ചകിതരാക്കുന്ന രീതിയിൽ. അതായത് ഇവരൊക്കെ എങ്ങനെ പറ്റി ഇത് ചെയ്യുക, അങ്ങനെ ആലോചിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ഓരോ ആക്ഷനും. നിങ്ങൾ കർത്തവ്യനിഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പ്രതിയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു പ്രതിയാണെങ്കിലും ഉത്തരവാദിത്വം നല്ലതായിട്ട് നിറവേറ്റുക, ആ ഒരു ചിന്ത നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യണം, അങ്ങനൊരു ചിന്ത. കർത്തവ്യനിരതരാണ് നിങ്ങൾ. കാരണം ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, മറ്റുള്ളവരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരിടത്തും പേടിക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ എപ്പോഴാണ് ഒരു വ്യക്തി സ്വാർത്ഥമായിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് എൻ്റെ ആ കാര്യം വേണം, എനിക്ക് അത് മാത്രം മതി, മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, അങ്ങനെ ചിന്തിച്ച് എന്തെങ്കിലും ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് പേടിക്കും. ഇവിടെ ദൈവം പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് ഫിയർ ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള ഫിയർ ആയിക്കൊള്ളട്ടെ, അതെല്ലാം വരാൻ പോകുന്ന സമയം മാറുന്നതാണ്. കാരണം ഈ ഒരു സമയം അങ്ങനത്തെ സമയമാണ്, നിങ്ങളുടെ എല്ലാ നെഗറ്റിവിറ്റിയും അവസാനിപ്പിക്കുന്ന സമയം. ഇവിടെ ഒരു പ്രാവശ്യം നിങ്ങളുടെ എനർജി ലോയിൽ പോയിട്ട് പിന്നെ ആയിരിക്കും അത് ബാലൻസിലാവുന്നത്. പക്ഷേ ലോയിലാവുന്ന സമയം നിങ്ങൾ ഭയങ്കര ദേഷ്യഭാവമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു തീരുമാനവും എടുക്കാൻ പോകരുത്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ എനർജി ലോയിൽ പോകുന്ന സമയം നിങ്ങൾ കുറച്ചൊന്ന് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ എനർജി അവേക്കിന് ആകണമെങ്കിൽ നിങ്ങൾ ബാലൻസിൽ വരണം. അതായത് ഫസ്റ്റ് ചക്ര, സെക്കൻഡ് ചക്ര, തേർഡ് ചക്ര, ഫോർത്ത് ചക്ര, അങ്ങനെ ഓരോ ചക്രാസ് പോയി ലാസ്റ്റ് തേർഡ് ചക്രയിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് അവേക്കിനിങ് ഉണ്ടാവുന്നത്. എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു എനർജി തേർഡ് ചക്രയിൽ എത്തുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു എനർജിയിലൊരു ബാലൻസ് ഉണ്ടാവുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും സെയിം താഴേന്ന് വീണ്ടും മുകളിലോട്ട് വീണ്ടും അവേക്കനിങ് ആകേണ്ട ആ ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം, നിങ്ങളുടെ എനർജി കൺട്രോൾ ചെയ്യണമെന്ന്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ശാന്തി സമാധാനം ഉണ്ടാവുന്നു. അത് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടമാകുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു, അങ്ങനൊരവസ്ഥ. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ അസാധാരണമായിട്ടുള്ളൊരവസ്ഥയാണ്. ആരാണോ അവേക്കിനിങ് പ്രോസസ്സിൽ കൂടെ പോകുന്നത് അവർക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവേക്കിനിങ് പ്രോസസ്സിൽ കൂടെ പോകുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് അവേക്കിനിങ്ങിന് വേണ്ടി ഭയങ്കര വലിയ സമയമൊന്നും വേണ്ട, ചെറിയ സമയം മതി നിങ്ങളുടെ ആ ഒരു അവേക്കിനിങ്ങിന് വേണ്ടി. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രയെങ്കിലും ചെയ്യണം. നിങ്ങളുടെ ആ ഒരു പേടിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക, അതെങ്കിലും നിങ്ങൾ ചെയ്യുക. നിങ്ങൾ സ്വയം നിങ്ങളെ സഹായിക്കുമ്പോൾ ഈശ്വരൻ നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കുന്നതാണ്. ഇവിടെ 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു സാഹസികത വരുന്നു, ആക്ഷൻ എടുക്കാൻ ഒരു പേടിയും വരുന്നില്ല നിങ്ങൾക്ക് എന്ന്. മുന്നേക്ക് നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ പോലും പേടിയുള്ള ഒരവസ്ഥ. പക്ഷേ ഇനി നിങ്ങൾ കൂളായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സാഹസികത നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആയിക്കാണ് മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ. കാരണം അതുകൊണ്ട് തന്നെ എല്ലാവരോടും സംസാരിക്കാനും എല്ലാം ഭയങ്കര പേടിയാണ് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം കണ്ടിട്ട് മറ്റുള്ളവർക്കും ഒരു അത്ഭുതം തോന്നി, എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് വന്നു എന്ന് അവർക്ക് തോന്നും. ഇവിടെ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സംസാര രീതി, നിങ്ങളുടെ വാണി, നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതിലെല്ലാം നല്ല ഒരു മാറ്റം, നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങൾ എന്താണോ പറയുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തി നല്ല രീതിയിൽ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേ ചിലപ്പോൾ അങ്ങനെ ആയിരുന്നു കാണത്തില്ല നിങ്ങളുടെ അവസ്ഥ. കാരണം കാര്യങ്ങൾ നല്ല രീതിയിൽ മാറുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. മുന്നേക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആയിരുന്നു, ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇനി നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആൾക്കാർ ആഗ്രഹിക്കും. ഒരു സമയത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൽ ഭയങ്കരമായിട്ടൊരു പ്രഭാവം ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നത്.
നമ്മൾ കാണില്ലേ സൂര്യഭഗവാന്റെ ആ ഒരു ചൂട് കൊണ്ട് നമ്മൾ പറയും ഒരു മഴ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ദൈവമേ സൂര്യഭഗവാനെ ഒന്ന് അങ്ങയുടെ ആ ഒരു വെളിച്ചം വന്നിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു എന്ന്. അതേപോലെയാണ് സമയം മാറുന്നതനുസരിച്ച് ഓരോ വ്യക്തിയുടെയും ജീവിതം മാറുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. സമയം എങ്ങോട്ടാണോ നിങ്ങളെ കൊണ്ടുപോകുന്ന ആ വഴി ഗോ വിത്ത് ഫ്ലോയിൽ നിങ്ങൾ പോവുക. ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ വിഷ് എന്താണോ അതിനെ എഴുതി വയ്ക്കുക. നിങ്ങൾ എത്രത്തോളം നല്ലതായിട്ട് നിങ്ങളുടെ വിഷനെക്കുറിച്ച് ചിന്തിക്കുക അത്രത്തോളം നല്ലതായിട്ട് അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. ഇവിടെ 2025 പൂർണ്ണമായപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി 2026 തുടങ്ങിയത് നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ ന്യൂ ചാപ്റ്ററാണ്. ഇനിയാണ് നിങ്ങൾ ജീവിതം ജീവിക്കാൻ പോകുന്നത്. 2026 നിങ്ങളുടെ ആ ഒരു ജീവിതം വളരെ നല്ല ഒരു രീതിയിൽ മാറുന്നതാണ്. കാരണം എന്തോ ഒരു രാജയോഗം മറഞ്ഞിരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കൺമുന്നിൽ വരുന്നതാണ്. ഇൻഫിനിറ്റിയുടെ സൈൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ 3 വർഷം മതി ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായിട്ട് മാറാൻ. ഞാൻ പറഞ്ഞത് 3 വർഷം എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ സ്വപ്നമായിട്ട് തോന്നുന്ന ആ ഒരു സന്തോഷങ്ങളില്ലേ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ ആ 3 വർഷം മതി. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ, പക്ഷേ 2 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ടാകുന്ന അവസ്ഥ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്ന ഒരവസ്ഥ. നിങ്ങളിൽ പല ആൾക്കാർക്കും ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഈ സ്റ്റാറ്റസിൽ ജീവിക്കണം, ഇത്രയും സ്റ്റാറ്റസ് എനിക്ക് സ്വന്തമാക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ. നിങ്ങൾക്ക് നെയിം ഫെയിം വേണം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വേണം, ബാങ്ക് ബാലൻസ് വേണം, ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ഇതെല്ലാം നടക്കുന്നത് എങ്ങനെ സംഭവിക്കുമെന്ന് ഈശോന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ ഭാഗ്യമാണ്, അതനുസരിച്ചാണ് അവരുടെ ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഉറപ്പായിട്ട് ഇത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി റീഡിങ് നാളെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.